കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബില കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് യാസിറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി. മേഘ ചേരുന്നു. മേഘ, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഈങ്ങാപ്പുഴയിൽ ഭാര്യ ഷിബിലയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതിയായ യാസിറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 27 വരെ, അതായത് 4 ദിവസമാണ് താമരശ്ശേരി കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 5 ദിവസം കസ്റ്റഡി വേണം എന്നതായിരുന്നു പോലീസിന്റെ അപേക്ഷ. എന്തായാലും ഇത് പരിഗണിച്ചുകൊണ്ടാണ് 4 ദിവസത്തെ കസ്റ്റഡി നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് ഇത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ സമയത്ത്, അതായത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് അന്വേഷണത്തിൽ വൈദ്യപരിശോധനയിൽ വ്യക്തമായിരുന്നു. ലഹരിക്ക് അടിമയായ വ്യക്തി കൂടിയാണ് യാസിർ. നേരത്തെ തന്നെ കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു 25 വയസ്സുകാരൻ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. ആ പ്രതിയും അതിനൊപ്പം യാസിറും സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധമുണ്ടോ? കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്? അങ്ങനെ വിശദമായി അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കസ്റ്റഡി അനിവാര്യമായിരുന്നു. തെളിവെടുപ്പും ഈ കസ്റ്റഡിക്കൊപ്പം തന്നെ പൂർത്തിയാക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടന്ന ഷിബിലയുടെ വീട്ടിൽ എത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് നടത്തും. അതിന് പിന്നാലെ കത്തി വാങ്ങിയ സ്ഥലത്തുൾപ്പെടെ പ്രതിയെ കൊണ്ടുപോകണം എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.